ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെയോരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും വരാനിരിക്കുന്ന അപ്കമിങ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് അപ്കമിങ് വിശേഷങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പം നമുക്ക് നേരെ അപ്കമിങ് വിശേഷങ്ങളിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ നമ്മുടെ അനിയും നന്ദുവും ആരും അറിയാതെ സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഇവർക്കൊക്കെ ഒരു വിശ്വാസം ഉണ്ടല്ലോ, നന്ദു പോലീസ് ക്യാമ്പിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള സ്നേഹബന്ധം തുടർന്നു പോവില്ല, അവിടം കൊണ്ടെല്ലാം സ്റ്റോപ്പ് ആകും, അങ്ങനെ അനാമികയും അനിയും തമ്മിൽ അടുക്കും എന്നൊക്കെയാണ് എല്ലാവരുടെയും ഒരു ധാരണ. അപ്പം ഏറെക്കുറെയൊക്കെ സാധാരണ അങ്ങനെ ആയിരിക്കില്ല. ഈ പോലീസ് ക്യാമ്പിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് സ്ട്രിക്റ്റ് തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഫോൺ കോളൊക്കെ ലിമിറ്റഡ് ആണല്ലോ, അതുകൊണ്ട് അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണല്ലോ എല്ലാവരും ചിന്തിക്കുക. പക്ഷെ അതിൽ നിന്നുമൊക്കെ അപ്പുറം ഇവരുടെ ബന്ധം അങ്ങ് വളരുകയാണ് കേട്ടോ. നമ്മുടെ അനിക്കാണെങ്കിൽ നന്ദു ഇവിടെ നിന്ന് പോയി കഴിയുമ്പോഴേക്കും അങ്ങ് എന്താ പറയുക, വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. ഊണില്ല, ഉറക്കമില്ല, 3 ബ്രാഞ്ചുകൾ ഏൽപ്പിച്ചിരിക്കുകയാണ് അനിയെ. അത് 3 നല്ല രീതിയിൽ നോക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. ഇടയ്ക്ക് മദ്യപിക്കുക, ഇതൊക്കെ ഒരു ശീലമാക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും ഒക്കെ ചെവിയിലെത്തുന്നുണ്ട്. അനിയുടെ ഈ മദ്യപാനം അത് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട്. എങ്കിലും അനി മദ്യപിച്ചുകൊണ്ടേയിരിക്കുന്നു. നന്ദു ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. അപ്പൊ ആ ഒരു വക വെപ്രാളം. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ്. നന്ദുവിനെ എങ്ങനെയെങ്കിലും കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് ക്യാമ്പിലേക്ക് കൂട്ടുകാരെയുമായിട്ട് അനി കടന്നു ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നന്ദുവിനെ കാണാനായിട്ട് സാധിക്കുമെന്നൊന്നും അറിയില്ല. രണ്ടും കൽപ്പിച്ച് അവിടെ ചെല്ലുക. അങ്ങനെ രാത്രി എങ്ങനെയൊക്കെയോ അവിടെ ചെന്ന് കൂടി നമ്മുടെ അനി നന്ദുവിനെ കാണുന്നുണ്ട്, നന്ദു അനിയെയും കാണുന്നുണ്ട്. അവിടെ അവർ തമ്മിൽ ഒരു എന്താ പറയുക, വളരെയധികം ഇമോഷണൽ ആയിട്ട് സംസാരിക്കുന്ന കുറച്ച് സീനുകളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ നന്ദുവിനെ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ. ആദ്യമായിട്ടാണ് നമ്മുടെ നന്ദുവിനെ വേണമെങ്കിൽ കെട്ടിപ്പിടിക്കുന്നതെന്ന് പറയാം. അതുപോലെ ഫീലിങ്സ് ആയി പോയി അനിക്ക്. പെട്ടെന്ന് നമ്മുടെ നന്ദുവും ഒരു നിമിഷം പകച്ചു പോകുന്നു. നന്ദുവും പെട്ടെന്ന് അനിയെ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാണ് വീട്ടിലുള്ളവരെ കുറിച്ചുമൊക്കെ ഓർക്കുകയും പെട്ടെന്ന് തള്ളി അങ്ങ് മാറ്റിയിട്ട്, എന്താ അനി ഈ കാണിക്കുന്നത്, അനി നിനക്ക് എന്താ പറ്റിയത്, നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്, നിനക്ക് എന്താ വേണ്ടത്, ഇപ്പൊ ഇവിടെ ആരെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വപ്നം തന്നെ തകർന്നു പോകും, നിനക്കറിയാലോ, അതുകൊണ്ട് നീ ഇവിടുന്ന് പോ. ഇല്ല, ഞാനിപ്പോൾ ഇവിടുന്ന് പോവില്ല, നീ എനിക്ക് വാക്ക് തരണം. നീ എന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? വേണ്ട, ഞാൻ വിളിക്കില്ലല്ലോ നിന്നെ, നീ എന്നെ ഒരു തവണ ദിവസത്തിൽ ഒരു തവണ നിനക്ക് വിളിക്കാൻ ഇവിടെ ചാൻസ് ഇല്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വെറുതെ ആയിട്ട് ഞാൻ കാണത്തുള്ളൂ. നിനക്ക് എന്നെ ഒരു തവണ വിളിച്ചാൽ എന്താ, എനിക്ക് നീ ഇല്ലാതെ പറ്റില്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കെട്ടിപ്പിടിക്കാൻ ചെന്നപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ നന്ദു തള്ളി നീക്കിയിട്ടോ. ഏതായാലും അനിക്ക് അവിടെ നിന്ന് നന്ദു വാക്ക് കൊടുക്കുകയാണ്, ഞാൻ ദിവസത്തിൽ ഒരിക്കൽ നിന്നെ വിളിക്കും, വീഡിയോ കോൾ ചെയ്യും എന്നൊരു വാക്ക് കൊടുക്കുകയാണ് കേട്ടോ. ആ ഒരു വാക്കിന്റെ ബലത്തിലാണ് അനി തിരിച്ച് പോകുന്നത്. പക്ഷേ നമ്മുടെ അനിയും നന്ദുവും കണ്ട കാര്യം വേറെ ആരുമല്ല അറിയുന്നത്, ആദർശാണ്. അപ്പൊ ആദർശ് ഇവർ കണ്ടെന്നും ഇവർ മീറ്റ് ചെയ്തെന്നൊക്കെ അറിയാണ്. കാരണം വേറൊന്നുമല്ല, ഇവിടെ നമ്മുടെ അനിയുടെ അല്ല സോറി നന്ദുവിന്റെ ഒരു കൂട്ടുകാരിയുണ്ട്. നന്ദുവിന്റെ കൂട്ടുകാരിയുടെ അച്ഛനും നമ്മുടെ ആദർശും തമ്മിൽ കുറച്ച് ഫ്രണ്ട്സ് ആണ്, അവര് തമ്മിൽ കൂട്ടാണ്, അപ്പൊ പരിചയമുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ നന്ദുവിന്റെ എല്ലാ കള്ളത്തരത്തിനും കൂട്ടു നിൽക്കുന്ന ഒരാളാണ് ഈ കൂട്ടുകാരി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. അപ്പൊ ആ പെൺകുട്ടിയുടെ അച്ഛൻ ഈ വക കാര്യങ്ങളൊക്കെ അറിയുകയും അങ്ങനെ നമ്മുടെ ആദർശിനോട് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ആദർശ് ഇത് പുറത്താരോടും പറയുന്നില്ല. ഇനി ഇവരുടെ ഈ ഒരു സ്നേഹബന്ധം ഏതുവരെ പോകുന്നൊന്നും പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ്. ഈ വിവരം നമ്മുടെ നയനയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നയനയ്ക്ക് സഹിക്കില്ലെന്നറിയാം. അതുകൊണ്ട് മനസ്സിൽ കൊണ്ട് നടക്കുകയും അന്ന് രാത്രി തന്നെ അനിയെ ചോദ്യം ചെയ്യുന്നുണ്ട്. അനിയോട് ചോദിക്കുകയാണ്, നീ എവിടെ പോയതാണ് എന്ന് ചോദിക്കുക. ഈ നട്ടപ്പാതിരയ്ക്ക് നീ എവിടെ പോയതാണ്, അതുമാത്രമല്ല നീ ബ്രാഞ്ചിന്റെ പല കാര്യങ്ങളും നീ ശ്രദ്ധിക്കുന്നില്ല. നിനക്കറിയാമോ, നമ്മുടെ നീ നോക്കി നടക്കുന്ന 3 ബ്രാഞ്ചിലെ ആൾക്കാർക്കും ശമ്പളം കൊടുക്കാൻ സമയമായി. അത് മാത്രമല്ല അതിന്റെ ഓഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇത് വല്ലോ നീ നോക്കുന്നുണ്ടോ? നീ ഇതൊന്നും നോക്കാതെ നീ എന്താ നീ ഈ രാത്രി എവിടെ പോയതാന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. നീ പറയണം, നീ കള്ളം പറയരുത് എന്നോട് കള്ളം പറഞ്ഞാൽ അറിയാലോ. ഇതുവരെ നീ എന്നോട് കള്ളം പറഞ്ഞിട്ടില്ല, ഇനിയും നീ കള്ളം പറയില്ലെന്നാണ് എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞപ്പോൾ അത് പിന്നെ ഞാൻ വേറെ എങ്ങോട്ടേക്കും അല്ല പോയത്, നന്ദുവിനെ കാണാൻ തന്നെയാന്ന് പറഞ്ഞു. ഏതായാലും നന്ദുവിനെ കാണാൻ പോയതാന്ന് പറഞ്ഞത് ഒരു ഒറ്റ ഓർമ്മ നമ്മുടെ ആദർശം കൊടുത്തു കേട്ടോ. നിനക്ക് എന്തിന്റെ സൂക്കേടാന്ന് ചോദിച്ചു. അത് പിന്നെ എനിക്ക് വേറെ ഒന്നുമല്ല ആദർശേട്ടാ പറയാനുള്ളത്. ഒരു ദിവസമെങ്കിലും ആദർശേട്ടന് നയനേടത്തിനെ കാണാതിരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അങ്ങനെ ഞങ്ങളുടെ ബന്ധം വളർന്നു. അല്ല, നന്ദുവിനും ഈ അവസ്ഥ തന്നെയാണോ?
നന്ദുവിന് ഈ അവസ്ഥയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അവക്ക് ചിലപ്പം എന്നെ കാണാതിരിക്കാനും സംസാരിക്കാതിരിക്കാനും ഒക്കെ പറ്റുമായിരിക്കും. പക്ഷെ എനിക്കതിന് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അവളെ കാണാൻ പോയത്. ദേ, മേലാല് ഇനി ഇതുപോലുള്ള ചെറ്റത്തരം കാണിക്കരുത്. നിനക്കറിയാമോ, അനന്തപുരിയിലെ ഒരു പയ്യന്മാരും ഇതുവരെ ഇങ്ങനെ ആയിട്ടില്ല. പിന്നെ അഭിയുടെ കാര്യം ഇവിടെ അനന്തപുരിയിലെ പയ്യനായിട്ട് കൂട്ടുന്നില്ല. കാരണം അവൻ ചെറുപ്പം മുതലേ അവൻ വഷളത്തരങ്ങളും കാണിച്ചാ വളർന്നത്. പക്ഷെ നീ അങ്ങനെയല്ല. നീ എന്നെ മാതൃകയാക്കിയാ വളർന്നതെന്ന് മുത്തശ്ശൻ പലപ്പോഴും പറയാറുണ്ട്. എവിടെയാടാ നീ എന്നെ മാതൃകയാക്കിയത്? അറിയാലോ, നിന്റെ ഏടത്തിനെ ഞാൻ വിവാഹം കഴിക്കുമ്പോൾ എനിക്ക് നിന്റെ ഏടത്തിയോട് ഒരു താല്പര്യവും ഇല്ലായിരുന്നു. നിന്റെ ഏടത്തിയും ഞാൻ ഒരു റൂമിലായിരുന്നു കിടന്നോണ്ടിരുന്നത്. എന്നിട്ട് പോലും എനിക്ക് താല്പര്യമില്ല. പക്ഷെ ആ ആ ഒരു താല്പര്യക്കേട് ഞങ്ങള് വേറൊരു ബന്ധത്തിലും ഞങ്ങൾ ആ ഒരു ഇത് കാണിച്ചിട്ടില്ല. കാരണം എനിക്കറിയാം എൻ്റെ അടുത്ത് കിടക്കുന്നത് എനിക്ക് താല്പര്യമില്ലാത്തൊരു പെൺകുട്ടിയാണെന്നും അവള് പെൺകുട്ടിയാണെന്നും എനിക്കറിയാം. അനന്തപുരി തറവാട്ടിലെ ഓരോ ആണുങ്ങളും പെൺകുട്ടികൾക്ക്, എന്നിട്ട് സ്ത്രീകൾക്ക് വില കൊടുക്കുന്നവരാണ്. നീ ഈ പാതിരാത്രി പോയി അവളെ കണ്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നാട്ടുകാരറിഞ്ഞാൽ എന്തായിരിക്കും? നീ എന്താ അത് നീ വിചാരിക്കാത്തത്? മാത്രമല്ല, അനാമിക എന്നൊരു പെണ്ണിന്റെ കഴുത്തിൽ നീ താലി കെട്ടിയിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യ, ആ താലി പൊട്ടിച്ചെറിയ, നീ ഡിവോഴ്സ് ആക്കിയിട്ട് നീ പോ. അല്ലാതെ നീ ഒരിക്കലും വേറൊരു പെണ്ണിന്റെ കൂടെ പോയാൽ അത് സപ്പോർട്ട് ചെയ്യാൻ വേറെ ആരും കാണില്ലടാ. പിന്നെ ഈ ഡിവോഴ്സ് എന്നൊക്കെ പറയുന്ന അത്രയ്ക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യവുമല്ല. അത് നീ ഓർക്കണം. ഇന്ന് വരെ അനന്തപുരി തറവാട്ടിൽ ആരും ഡിവോഴ്സ് ആയിട്ടില്ല. അതൊക്കെ ആലോചിച്ചിട്ട് വേണം നീ ഓരോന്ന് തീരുമാനം എടുക്കാൻ. ഈ അനന്തപുരി തറവാട്ടിൽ ആരും ഡിവോഴ്സ് ആയിട്ടില്ലെന്നും പറഞ്ഞ് ഞാൻ ഉള്ള കാലം മുഴുവനും എനിക്ക് ഇഷ്ടമില്ലാത്തവളുടെ കൂടെ കഴിയണമെന്നാണോ ആദർശേട്ടൻ പറഞ്ഞു വരുന്നത്? എനിക്കതിന് കഴിയില്ല ആദർശേട്ടാ. എനിക്കും ജീവിതം വേണ്ടേ? ആദർശേട്ടനെ പോലെ ആദർശേട്ടനും ഇപ്പൊ അഭിയേട്ടനും ഒക്കെ ജീവിക്കുന്നില്ലേ? നിങ്ങളൊക്കെ ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നില്ലേ? എനിക്കും വേണ്ടേ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം? അതുമാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഞാൻ വേറെ ഒന്നും നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല. ഞാൻ കാല് പിടിച്ചു പറയാ ആദർശേട്ടാ, പ്ലീസ്, എനിക്ക് എന്റെ നന്ദൂരം വേണം. അവളില്ലാതെ എനിക്ക് പറ്റില്ല. ഇനി എത്ര നാൾ അവളില്ലാതെ ഞാൻ മുന്നോട്ടേക്ക് പോകുന്നു എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ പറയാ, ചിലപ്പോൾ ഒരുപക്ഷെ എല്ലാം കൈവിട്ട് പോയി കഴിഞ്ഞ് ആദർശേട്ടന് തോന്നും ഞങ്ങൾ ഒന്നിപ്പിക്കാമായിരുന്നു എന്ന്. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുകയാണ്. ഇതേ സമയം ആയിക്കോട്ടെ, നമ്മുടെ ജലജയും അഭിയും വലിയ വലിയ തീരുമാനങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് മറ്റേ പെണ്ണുണ്ടല്ലോ, അസുഖം ബാധിച്ച പെണ്ണ്, അവളുടെ പേരെപ്പോഴും ഞാൻ മറന്നു പോകും കേട്ടോ, സോറി കേട്ടോ. അതായത് നമ്മുടെ അഭിയുടെ അഭിതത്തിൽ ഒരു കുട്ടിയുള്ള ആ കുട്ടിയുടെ അമ്മ, അവർ ഗൾഫിലൊക്കെ ആയിരുന്നല്ലോ. അപ്പൊ അവര് വന്നിട്ടാണല്ലോ ഇപ്പൊ ആവശ്യപ്പെടുന്ന ആ കുട്ടീനെ ഏറ്റെടുക്കണമെന്ന്. അപ്പം ആ പെൺകുട്ടി പെട്ടെന്ന് ഹോസ്പിറ്റലിലാവുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിലാവുന്നു. ഹോസ്പിറ്റലിലായി കഴിയുമ്പം ഇവള് പെട്ടെന്ന് അഭീനെ കാണണമെന്ന് പറഞ്ഞ് അഭീനെ വിളിക്കുകയാണ്. അങ്ങനെ അഭീനെ വിളിക്കുന്നു. അവിടെ വെച്ചാണ് ആ കുഞ്ഞിനെ തിരിച്ചറിയുന്നത്. ആ കുഞ്ഞിനെ അന്ന് അഭി കാണുകയാണ്. ഞെട്ടിപ്പോവാട്ടോ ആ കുഞ്ഞിനെ കാണുമ്പം. ഇത്രയും വലിയൊരു കുഞ്ഞ് തൻ്റെ കുഞ്ഞാണെന്ന് പോലും അഭിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഏതായാലും അവള് കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജിലൊക്കെയാണ്. അങ്ങനെ നമ്മുടെ അഭീനെ വിളിക്കുകയും നീ ഇപ്പൊ തന്നെ ഈ കുട്ടീനെ കൊണ്ടുപോകണമെന്നും ഇനി എനിക്കിവിടെ നോക്കാൻ കഴിയില്ല എന്നും, ഞാൻ ഇന്നോ നാളെയോ മരണപ്പെട്ടേക്കാം, അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ ഒരു ആഗ്രഹമില്ല, ഈ കുട്ടിയെ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണെന്നും പറയുകയാണ്. അങ്ങനെ ആ പെൺകുട്ടി മരിക്കുക. അഭി എന്ത് ചെയ്യും ഈ പെൺകുട്ടീനെ കൊണ്ട്? അവള് മരിക്കുക. ആ പെൺകുട്ടിയുടെ അമ്മ മരിക്കുകയാണ്. അഭിയുടെ മുൻ കാമുകി മരിക്കുകയാണ്. അഭി വല്ലാത്തൊരവസ്ഥ. അഭിയെ ഏൽപ്പിച്ചു ആ കൊച്ചിനെ. അഭിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. ഏതായാലും അഭിയെപ്പോലൊരു വൃത്തികെട്ടവന്റെ കൂടെ അച്ഛനാണെന്ന് പറഞ്ഞാൽ പോലും ആ കുഞ്ഞിനെ ഏൽപ്പിക്കാൻ പാടില്ലായിരുന്നു അവള്. പക്ഷെ അവൾക്ക് വേറെ നിവൃത്തിയില്ലായിരിക്കാം. ഏതായാലും ഈ കുഞ്ഞിനെ നമ്മുടെ അഭി എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത്? ഒരു അനാഥാലയത്തിലേക്ക് കൊണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും ഇതൊക്കെ പതിയെ ആദർശ് അറിയുന്നുണ്ട്. ആദർശ് അറിയുകയും അവിടെയും വലിയൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. ആദർശ് ഈ കുഞ്ഞുമായിട്ട് അനന്തപുരി തറവാട്ടിൽ എത്തുമ്പോൾ അത് ആദർശിന്റെ കുഞ്ഞാണെന്ന് ജലജ വരുത്തി തീർക്കുകയും അവിടെ ആദർശും നയനയും തമ്മിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്താണല്ലേ. ഇതിനിടയിലായിക്കോട്ടെ വേറെയും ഉണ്ട്. നമ്മുടെ അനാമികയുടെ അച്ഛനെ പലിശക്കാരെല്ലാം കൂടെ പിടിച്ചു വെച്ചേക്കുക. പലിശക്കാരെല്ലാം പിടിച്ചു വെച്ചിട്ട് രേവതി അനാമികരെ വിളിച്ചിട്ട് കരച്ചിലും പിറക്കലും ബഹളവും എല്ലാം. എൻ്റെ പൊന്നു മോനെ, എങ്ങനെയെങ്കിലും അച്ഛന് പുറത്തിറക്കിയേ പറ്റൂ, പലിശ കൊടുത്തിട്ടെങ്കിലും പുറത്തിറക്കണം. എത്ര രൂപ പലിശ കൊടുക്കാനുണ്ട് അമ്മയെന്ന് ചോദിച്ചപ്പോഴാണ് രേവതി പറയുന്നത്, അത് പിന്നെ ഒരു 10 ലക്ഷം രൂപ അടുപ്പിച്ച് പലിശ മാത്രം വരുന്നു. മുതല് കിടക്കുകയാണ് അങ്ങ് ദൂരെ ഇനിയും കൊടുക്കാൻ. ഏതായാലും ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി. ഏതായാലും സ്വന്തം അച്ഛനാണല്ലോ, അച്ഛനെ കൈവിട്ട് കളയാൻ പറ്റില്ലല്ലോ. വേറെ ആർക്ക് കൈവിട്ട് കളഞ്ഞാലും അനാമികയ്ക്ക് കൈവിട്ട് കളയാൻ പറ്റില്ല. അനാമിക അതും ഇതുമൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഒരു 10 ലക്ഷം രൂപ സംഘടിപ്പിക്കണം. അപ്പം കുറച്ച് സ്വർണ്ണമൊക്കെ പണയം വെക്കാം, അല്ലെങ്കിൽ വിൽക്കാം.
അങ്ങനെ കുറച്ച് സ്വർണ്ണമൊക്കെ വിറ്റു വന്നിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് ബാക്കി അനിയുടെ ഡ്രോ മേശയ്ക്കകത്ത് നിന്നും ശമ്പളം കൊടുക്കാനുള്ള പൈസ, അതായത് ഈ ഒരു 3 ബ്രാഞ്ച് ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ, അവിടെ ശമ്പളം കൊടുക്കാനുള്ള പൈസ നമ്മുടെ അനാമിക മോഷ്ടിക്കുകയാണ്. പക്ഷേ ഇതാരും അറിയുന്നുമില്ല, നമ്മുടെ അനിയുടെ തലയിൽ തന്നെ വന്ന് വീഴും. കാരണം അനിക്കാണല്ലോ ഇപ്പൊ അശ്രദ്ധ. ആദർശനെ അറിയുകയും ചെയ്യാം അനി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നടക്കുവാണെന്നും അനി ശമ്പളം പോലും കൊടുത്തിട്ടില്ല എന്നൊക്കെ വിളിച്ചിങ്ങനെ പരാതി പറയുകയുണ്ടായി. ഈ അനി ബ്രാഞ്ച് നോക്കുന്ന ഇടത്ത് നിന്ന് മാനേജേഴ്സ് ഒക്കെ വിളിച്ച് പരാതി പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പൈസ പോകുന്ന പേരില് നമ്മുടെ അനാമികനെ സംശയിക്കത്തില്ല, ഇത് അനിയുടെ ശ്രദ്ധക്കുറവ് തന്നെയാണെന്ന് പറയത്തേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് സംഭവ വികാസങ്ങളൊക്കെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ ഞാനിപ്പോ പറഞ്ഞ വിശേഷം ഇന്നും നാളെയും വരുന്ന വിശേഷം അല്ലാട്ടോ എന്ന് ഞാൻ ആദ്യം തന്നെ തുടക്കത്തിലേ പറയുന്നതായിരുന്നു. ഇന്ന് തുടക്കത്തിൽ പറഞ്ഞില്ലെന്ന് തോന്നുന്നു അല്ലേ. അപ്പൊ ഇത് ഇന്നും നാളെയും വരുന്ന വിശേഷമല്ല, ഇന്നും നാളെയും വരുന്ന വിശേഷം നമ്മൾ മെയിൻ ചാനലിലാണ് ഇടുന്നത്. ഇന്നത്തെ ഫുൾ വിശേഷം നമ്മൾ മെയിൻ ചാനലിൽ വിത്ത് ഡയലോഗ് സഹിതം ഇട്ടിട്ടുണ്ട്. ആരെങ്കിലും കയറി കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ മെയിൻ ചാനലിൽ കയറിയാൽ മതി, നിങ്ങൾക്ക് ആ ഒരു കഥ കാണാനായിട്ട്, ഇന്നത്തെ ഫുൾ എപ്പിസോഡ് കാണാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ വരാനിരിക്കുന്ന നാളത്തെ എപ്പിസോഡ് അതും നമ്മൾ വൈകിട്ട് പ്രമോ വിശേഷമായിട്ട് ചെയ്യുന്നുണ്ട് മെയിൻ ചാനലിൽ. മെയിൻ ചാനലിന്റെ പേര് ജിൽ ജിൽ ചിന്നു എന്നാണ്. അപ്പൊ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുക, ജിൽ ജിൽ ചിന്നു, JILJIL ചിന്നു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ. ഇപ്പൊ കുറെ പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, ലിങ്ക് തരാൻ നമുക്ക് പെർമിഷൻ ഇല്ല കേട്ടോ. നമുക്ക് ലിങ്ക് ഒരു ചാനലിലും ഇടാൻ പാടില്ലെന്നാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ലിങ്ക് ഇടാത്തത്. അപ്പം എല്ലാവരും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ നമ്മുടെ റിയൽ സ്റ്റോറി ന്യൂവിനകത്ത് നമ്മൾ ഗോമതിയുടെയും ബാലന്റെയും കഥ ഇടുന്നുണ്ട്. ഇത് റിയൽ സ്റ്റോറി എന്നാണല്ലോ ഈ ചാനലിന്റെ പേര്, റിയൽ സ്റ്റോറി. ഇതിൽ നമ്മുടെ ഗൗതമിന്റെയും നന്ദയുടെയും കഥയും പിന്നെ നമ്മുടെ അപ്കമിങ് വിശേഷമാണ് നയനയുടെയും ആദർശിന്റെയും ഇടുന്നത്. റിയൽ സ്റ്റോറി ന്യൂവിനകത്ത് നമ്മൾ ഗോമതിയുടെയും ബാലന്റെയും കഥ ചെയ്യുന്നുണ്ട്. അപ്പം അതൊന്ന്, അയ്യോ സോറി, നമ്മൾ ഗോമതിയുടെയും ബാലന്റെയും കഥ ചെയ്യുന്നത് ഈ ചാനലിൽ തന്നെയാണ് കേട്ടോ. റിയൽ സ്റ്റോറി ന്യൂവിൽ നമ്മൾ ഗൗതമിന്റെയും നന്ദിയുടെയും കഥയാട്ടോ ചെയ്യുന്നത്. അയ്യോ സോറി കേട്ടോ, സോറി. എന്ത് ചെയ്യാനാണ്, നമ്മുടെ ഈ 3 ചാനലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അതായത് ഈ ജിൽ ചിന്നു ഓക്കെ, അതിന്റെ പേര് അങ്ങനെ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇത് റിയൽ സ്റ്റോറി ന്യൂ എന്ന് പറയുന്ന വേറൊരു ചാനലും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആയിപ്പോയി. ഇതിലാട്ടോ നമ്മൾ ഗോമതിയുടെയും ബാലന്റെയും കഥ ഇടുന്നത്. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടുവേ. ഇതിന്റെ ഈ വീഡിയോയുടെ ഒക്കെ അടിയിൽ കിടപ്പുണ്ടേ. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കല്ലേ.